ഹായ് ഹലോ രാജീവ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. അമ്മ അന്നൊരു ദിവസം നിങ്ങളുടെ ഫേസ് ഒക്കെ മസാജ് ചെയ്യാനൊക്കെ കാണിച്ചു തന്നിരുന്നു കേട്ടോ. ഫേസ് യോഗ അത് ചെയ്താൽ തന്നെ നമ്മൾ സുന്ദരന്മാരാകും. അത് നിങ്ങൾ കുറച്ച് ദിവസം തുടർന്ന് ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ ചെയ്ത് നോക്കുക തന്നെ വേണം. കാണാത്തവര് ലിങ്കിൽ രാജീവ് വ്ളോഗ്സ് അടിച്ച് ലിങ്കിൽ കയറി നോക്കണം. നമുക്കൊരു 35 കഴിഞ്ഞാൽ തുടങ്ങണം കേട്ടോ ഫേസ് മസാജ്. അപ്പൊ നമ്മളെ മുഖം നല്ല സുന്ദരമായി വരും. ഇവിടെ ഇങ്ങനെ തൂങ്ങലൊക്കെ വരുള്ളൂ, നമുക്ക് ഇവിടെ അപ്പൊ നമുക്ക് പ്രായം മുഖത്തെടുത്ത് കാണിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സംഭവം ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ഫേസ് മസാജ് ഇപ്പൊ തന്നെ തുടങ്ങി വെക്കുകയാണെങ്കിൽ നമുക്കൊരു 60 വയസ്സ് വരെയാണെങ്കിലും 70 വയസ്സായാലും നമ്മുടെ മുഖം ചുക്കിച്ചുളിയില്ല, മുഖം നല്ല പ്രസന്നമായിരിക്കും കേട്ടോ. ഇനി കണ്ണുകൾക്കുള്ള മസാജ് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. കണ്ണിനൊക്കെ ഉള്ളത് ഞാൻ ഒരു ദിവസം കാണിച്ചു തരുന്നുണ്ട്. ഇന്ന് ഞാൻ ഒന്നുമല്ല വന്നിരിക്കുന്നത്, നമ്മളെ ഹൈഡ്രാ ഫേഷ്യല് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നമ്മള് ബ്യൂട്ടി പാർലറിൽ പോയാൽ ഒരുപാട് ചെലവുള്ളതാണ്. കുറെ മിഷനറീസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മളെ ആ ഫേഷ്യൽ ചെയ്യണം. ഒരുപാട് പൈസ കൂടുതലാണ്. ഈ കല്യാണ പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് അത് ചെയ്യുന്നുണ്ട്, തൊട്ട ബന്ധുക്കളും ചെയ്യുന്നുണ്ട്. എൻ്റെ മകളൊക്കെ അത് ചെയ്തിട്ടുണ്ട്. നല്ല കാശിന് ചെലവാണ്, മനസ്സിലായല്ലോ. അത് നമുക്ക് പുഷ്പം പോലെ ഈസി ആയിട്ട് വീട്ടിലത്തെ സാധനങ്ങൾ വെച്ചിട്ട് സുഗമമായി ചെയ്യാം. നമുക്ക് അതേ ഇഫക്റ്റ് കിട്ടേണ്ട, അതേ സൗന്ദര്യം കിട്ടേണ്ട ഒരു കാര്യം. ഈ ഫേഷ്യൽ ചെയ്യുക നമ്മൾ വൈകുന്നേരങ്ങളിലാണ് കേട്ടോ. രാവിലെ നേരം ചെയ്യണോണ്ട് കുഴപ്പമില്ല, രാവിലെ ചെയ്യാൻ ഒരു ദോഷവും ഇല്ല കേട്ടോ. ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെയിൽ കൊള്ളരുത്, അപ്പൊ നമ്മളെ മുഖം ഇരുളും. അന്നത്തെ ദിവസം നിങ്ങൾ വെയിൽ കൊള്ളാതെ ശ്രദ്ധിക്കണം. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇനി വീഡിയോയിലേക്ക് പോണതിന്റെ മുമ്പ് തന്നെ അമ്മ പറയാണ്, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന തന്നെ വിചാരിക്കണു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കണം, ഒരു ലൈക്ക് ചെയ്യണം. പിന്നെന്താ, പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കനൊന്ന് അമർത്തുക. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തും. അത് പറയാൻ കാരണം, കുറെ കുട്ടികൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണില്ല, പരാതി പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാട്ടോ ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞ, പുതുതായി കാണുന്നവരോട് പ്രത്യേകിച്ചും പറയാണ്. അപ്പൊ ഇനി വീഡിയോ നീട്ടിക്കൊണ്ടു പോകണില്ല, നമുക്ക് വീഡിയോയിലേക്ക് പെട്ടെന്ന് കിടക്കാം. അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ, നമ്മളെ വീട്ടിലത്തെ കാച്ചാത്ത പശുവും പാലാണ് ആദ്യം കേട്ടോ. കണ്ടോ? അത് എന്താ വെച്ചാൽ അതിലേക്ക് നമ്മളൊരു സ്പൂണ്, നമുക്ക് ഒന്നുമല്ല, മുഖം ഒന്ന് ക്ലെൻസ് ചെയ്യാനാണ്. നിങ്ങൾ മുഖം ഹെയർ വാഷ് ചെയ്തിട്ടൊക്കെ ഹെയർ വാഷ് എന്ന് പറഞ്ഞപ്പോ മുടിയുടെ പറഞ്ഞ് ഹെയർ വാഷ് എന്നായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഫേസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം കേട്ടോ. കണ്ടല്ലോ? എന്നുവെച്ചാൽ നമ്മളെ മുഖം ആദ്യം ഒന്ന് ക്ലെൻസ് ചെയ്യുക. അതിന് നമ്മൾ പച്ചപ്പാലാണ് ഇട്ടെടുക്കുക. നമ്മളെ മുഖം അത്യാവശ്യം എത്ര വേണച്ചാൽ അതിന് അളവൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇങ്ങനെ പോകുന്നൊരു ബൗളിലേക്ക് ഒരു സ്പൂൺ, 1.5 സ്പൂൺ, എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കോട്ടന്റെ പഞ്ഞി വെച്ചിട്ട് മുഖം നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. കാരണം വൃത്തിയാവുക, പോൾസ് ഒക്കെ ഒന്ന് തുറക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ. നമ്മളെ ചളികളൊക്കെ ഒന്ന് പോരട്ടെ. ഇതുകൊണ്ട് പോരുമ്പോൾ നന്നായിട്ട് ചളി പോയി നല്ല ക്ലെൻസ് ആവും. നമ്മുടെ പശുവും പാല് നല്ലൊരു ക്ലെൻസറാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഒപ്പം കഴുത്തിലും ചെയ്യാൻ ശ്രമിക്കണം. എൻ്റെ കഴുത്തിൽ ഇവിടെ ഒരു മൈക്കൊക്കെ വെച്ചിരുന്നു കേട്ടോ. അപ്പൊ ഈ മൈക്കയിലേക്ക് വെള്ളമാവാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ കഴുത്ത് ഇപ്പൊ ഒപ്പം കാണിച്ചോളന്നില്ല. എനിക്ക് ഇനി ഇത് ചെയ്യാലോ കേട്ടോ. നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ നിങ്ങൾ മുഖത്തിനോടൊപ്പം കഴുത്ത് ചെയ്യണം, മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ മുകളിലേക്ക് തന്നെ തുടയ്ക്കണം കേട്ടോ. അങ്ങോട്ട് തൂങ്ങാതെ എന്ത് ചെയ്യുമ്പോഴും എണ്ണ തേക്കുമ്പോൾ മുതൽ കൊണ്ട് നിങ്ങൾ മുകളിലേക്ക് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. എനിക്ക് പാല് കൂടുതലായി, അത്രയൊക്കെ വേണ്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് അത് ഒപ്പിയെടുക്കുക, പഞ്ഞോണ്ടൊന്ന് ഒപ്പിയെടുക്കുക. കഴുത്തിലേക്കൊക്കെ പോയിട്ടുണ്ടോ കുഴപ്പമില്ല. ഇനി ഒപ്പിയെടുത്തില്ല വെച്ചാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും നിങ്ങളൊരു കോട്ടൺ വെച്ചിട്ട് ഇങ്ങനെ മുഴുവനും ഒപ്പിയെടുക്കുക. എന്ന് വെച്ചാൽ ചളി പറ്റാണ്ട് പോരും, മനസ്സിലായില്ലേ? ഇതിപ്പോ ചളി കളയാനുള്ളതേ ഉള്ളൂ കേട്ടോ, ഈ പാലോണ്ടുള്ള ക്ലെൻസിങ്. അപ്പൊ നമ്മള് ചളിയൊക്കെ പോകുന്നു. എല്ലാരും ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഇനി രണ്ടാമത് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാലേ, ഈ പാത്രത്തിലേക്ക് തന്നെ എടുക്കാം. അതിലേക്ക് നമുക്ക് വേണ്ടത് എന്താ വെച്ചിട്ടാ, അതിന് ഞാൻ എടുക്കട്ടെ കേട്ടോ. അത് നമുക്കൊന്ന് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അതിന് നമുക്ക് ഒന്നാമൻ നമ്മളെ അരിപ്പൊടി തന്നെയാണ്, കണ്ടല്ലോ, ആവശ്യത്തിന് എടുത്തോളുക. സ്ക്രബിനൊക്കെ നമ്മളെ ആവശ്യമാണ് കേട്ടോ. അതൊരു ബൗളിലേക്ക് എടുത്തു. പിന്നെ നമ്മൾ രണ്ടാമത് എടുക്കണത് എന്താ നോക്കിക്കോളൂ, നമ്മളെ പഞ്ചസാര. ഇതൊക്കെ ക്ലെൻസ് ചെയ്യാനുള്ള, അല്ല നമുക്ക് ക്ലെൻസ് അല്ല, ഇതൊക്കെ നമുക്ക് സ്ക്രബ് ചെയ്യാനുള്ളതാണ്. വേണ്ട അത്ര എടുക്കാം പഞ്ചസാര എടുത്തു, അരിപ്പൊടി എടുത്തു. ഇനി നമ്മൾ അതിൽ എടുക്കണത് എന്താ വെച്ചാല് പാൽ തന്നെയാണ് കേട്ടോ. നമുക്കിതിന് വേണ്ട അത്ര സ്ക്രബ് ചെയ്യാളാണ്. നമ്മളൊന്നിനെ കൂട്ടി കലർത്തി, കണ്ടോ? നമ്മൾ എന്നിട്ട് മുഖത്ത് ഇങ്ങനെ സ്ക്രബ് ചെയ്യതുകൊണ്ട് കണ്ടോ, അത്യാവശ്യം ഇങ്ങനെ ഇതിനൊക്കെ കൊഴിയോ കുഴപ്പമില്ല, തോർത്തുകൊണ്ട് വിരിച്ചു വെച്ചാൽ മതിയായിരുന്നു. അപ്പൊ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യാം.
നമ്മളെ അരിപ്പൊടി എന്താ നല്ലതാട്ടോ, നല്ല എഫക്റ്റീവാണ് നമ്മളെ മുഖത്തിന്. നല്ല എന്നും നിങ്ങൾ ഈ ദോശമാവ് സ്ഥിരം ഒന്ന് തേച്ച് നോക്കാം, നല്ല നിറം വെക്കും കേട്ടോ. ഞാൻ ചെയ്യാനൊരു സംഭവം നിങ്ങൾക്ക് പറഞ്ഞിരുന്നു, സ്ക്രബ് ചെയ്യണതിന്റെ കൂടെ. അപ്പൊ ഇതിന്റെ കൂടെ എന്തിനാ നിങ്ങൾ ദോശമാവ് പറഞ്ഞൊന്നും ചോദിക്കണ്ട, എന്തേലും ഉപകാരപ്പെട്ടോട്ടെ. എന്ത് ചെയ്താലും നമ്മൾക്ക് സ്ത്രീകൾക്ക് അകത്തുള്ള സാധനങ്ങൾ എടുത്തിട്ട് ചെയ്യാൻ സൗകര്യ. ബ്യൂട്ടി പാർലറിൽ പോയി സമയവും പോയി കാശും പോയി. എടുത്തുനിന്നിട്ട് അത്രയൊക്കെ ഭംഗി വെക്കുന്ന ആൾക്കാരുടെ മുഖം എന്നപ്പോ അത് ചെയ്താൽ മതിയല്ലോ. നമുക്ക് വീട്ടിൽ ചെയ്യേണ്ടതാണ് ഏറ്റവും എഫക്റ്റീവ്. നമുക്ക് അതിനൊരു സൈഡ് എഫക്ഷനും ഇല്ല, ഒന്നുമില്ല, നമുക്ക് സുഖമായിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ സ്ക്രബ് ചെയ്യണം കേട്ടോ, നന്നായിട്ട്. എന്താ ഈ മൂക്കിന്റെ ചിലവർക്കുണ്ട് ഈ മൂക്കിന്റെ ഇവിടെ ഒരു വൈറ്റ് കളറില് ബ്ലാക്ക് കളറിലൊക്കെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എന്നൊക്കെ പറഞ്ഞു കൊണ്ടിട്ടോ. അപ്പൊ അത് നമ്മൾ ഇങ്ങനെ മൂക്കൊണ്ട് ഒന്ന് നന്നായിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ അമർത്തി അമർത്തി വരസുക കണ്ടോ. അപ്പൊ അവിടുത്തെ അധികം പോരും കേട്ടോ. അങ്ങനെ ചെയ്താൽ പോരുന്നുണ്ട്. നമ്മളിത് ഇടയ്ക്ക് ചെയ്യാനായിട്ടാണ് അവിടെ അങ്ങനെ കട്ടിയിൽ നിൽക്കണത് കണ്ടോ. അതൊക്കെ നമ്മളെ പോരുന്നുണ്ട് കണ്ടോ. അവിടെ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ ഞങ്ങൾ മസാജ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒക്കെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം കേട്ടോ. കണ്ടോ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ, ഈ പുറം ചെയ്യുമ്പോൾ ഇങ്ങനെ ഇങ്ങടെ. അപ്പൊ എന്താ വെച്ചാൽ തൂങ്ങില്ല മുഖം. പിന്നെ അങ്ങനെ മുകളിലോട്ട്. ഇതിപ്പോ നമ്മൾ സ്ക്രബ് ചെയ്യാൻ ഒരുപാട് കാണിച്ചു തരാത്ത. എങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ നിങ്ങളെ സൗകര്യത്തിന് നിങ്ങൾ സ്ക്രബ് ചെയ്യാം. ഇപ്പൊ നമ്മള് ഒരു 5 മിനിറ്റ് ഒക്കെ ഇത് സ്ക്രബ് ചെയ്തു കേട്ടോ. നിങ്ങൾ കുറച്ച് 5 മിനിറ്റിൽ അധികം ഒന്നും വേണ്ട, അത്രേ ചെയ്യണ്ടു ആരും കേട്ടോ. അപ്പൊ ഇനി ഇത് നമുക്ക് സ്ക്രബ് ചെയ്ത് കഴുത്തിൽ ഞാൻ പറഞ്ഞില്ലേ മൈക്ക് ഉണ്ടാവുകൊണ്ടാണ് കഴുത്തിൽ കാണിക്കാത്തത്. അപ്പൊ ഞാൻ ഇവിടുത്തെ കാണിക്കണുള്ളൂ. അപ്പൊ ഇനി നമ്മൾ സ്ക്രബ് ചെയ്തു. ഇനി നമുക്ക് ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കണ്ടേ. നമുക്ക് കുഴപ്പമൊന്നുമില്ല, ഇനി മുഖത്ത് ഇടാനുള്ളത് തന്നെയല്ലേ, അപ്പൊ നമുക്ക് തുടച്ചാൽ മതി കേട്ടോ. ഇനി നമ്മൾ ഈ വേറെ പാക്ക് ഇടുന്നതല്ലേ, അപ്പൊ പിന്നെ നമുക്ക് ഇങ്ങനെ തുടച്ചാൽ മതി. കോട്ടൺ എടുത്ത് തുടച്ചോളൂ. ഇനി തോർത്തുണ്ടോണ്ടോ എങ്ങനെ വെച്ചാ. ഞാനത് തോർത്ത് വെച്ചിട്ട് കണ്ടോ, ഒരു തോർത്ത് വെച്ചിട്ട് കൂടി തുടച്ചു കളയട്ടെ. കോട്ടൺ കൊണ്ട് തുടച്ചു. കഴുകാൻ നീക്കണ്ടല്ലോ വിചാരിച്ചിട്ടോട്ടോ. ഇനി വേണം നിങ്ങൾക്ക്, ഇനിയിപ്പത് വൃത്തിയായില്ല തോന്നുവെച്ചാ കഴുകണോണ്ടും ദോഷമില്ല. ഞാൻ ഇപ്പൊ തുടക്കണേ ഉള്ളൂ. ഇവിടുന്ന് ഞാൻ ഇങ്ങനെ നീച്ചു പോണ്ടല്ലോ, വീഡിയോ ചെയ്യല്ലേ വിചാരിച്ചിട്ട് കേട്ടോ. ഇപ്പൊ നമ്മളെ ഈ സ്ക്രബ് ചെയ്യൽ കഴിഞ്ഞു, നമ്മളെ ക്ലൻസ് ചെയ്യൽ കഴിഞ്ഞു. 2 സ്റ്റെപ്പ് നമ്മളിപ്പോ കഴിഞ്ഞു അല്ലേ. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ശരിക്കാണെങ്കിൽ പറഞ്ഞുതരാം. ഇങ്ങനെ സ്റ്റീമർ കൊണ്ട് കരണ്ടിൽ കുത്തി കൊടുത്ത് സ്റ്റീം ചെയ്യാച്ചാൽ നല്ലതാട്ടോ. തൊട്ട വീട്ടിലേ ഇങ്ങനെ കരണ്ടിൽ കുത്തി കൊടുത്ത് ചെയ്യുമ്പോൾ അവരുടെ സ്റ്റീമർ പൊട്ടിത്തെറിച്ചു. അതിന്റെ ശേഷം എനിക്ക് കരണ്ടിൽ കുത്തി കൊടുത്ത് സ്റ്റീം ചെയ്യാൻ പേടിയാണ്. ഈ കൊറോണ കാലത്ത് വാങ്ങിയതാ മക്കളെ ഇതിവിടെ. എല്ലാവർക്കും സ്റ്റീം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആവി കൊണ്ടുകൊണ്ടിരുന്നതല്ലേ. ഇപ്പൊ കുട്ടികളും അച്ഛനും കുട്ടിയും ഒക്കെ വന്നാ ഇതില് സ്റ്റീം ചെയ്യും. അവർക്കൊരു പേടിയില്ല. പക്ഷെ ഞാൻ എന്താ ചെയ്തെന്ന് കാണിച്ചു തരാം. കൊണ്ടട്ടെ കേട്ടോ, ഞാൻ ചെയ്യണ സംഭവം ഇപ്പൊ കൊണ്ടുവരാം. എളുപ്പത്തിന് ചെയ്യണ കണ്ട കുട്ടികളെ എല്ലാരും കാണി. പുട്ടും പാനിയില് വെള്ളം അത്യാവശ്യം തിളപ്പിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. ഇതാ കണ്ടോ, അടുപ്പത്ത് വെച്ചിട്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ വന്നിരുന്നത്. അപ്പൊ അത് അത്യാവശ്യം തിളച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളെ എല്ലാരും ആവി കൊള്ളില്ല എന്ന പോലെ ഒരു 2-3 മിനിറ്റ് ഓണാണ്, ആരും മുഖം പൊള്ളിക്കരുത്. ഞാൻ ഒന്ന് ആവി കൊള്ളട്ടെ, കാണിച്ചു വിട്ടത്. അപ്പൊ നമ്മൾ അത്യാവശ്യം മുഖം ഒന്ന് ആവി കൊണ്ടു കേട്ടോ. നിങ്ങൾ ഒരുപാട് ആവി കൊള്ളണ്ട, നമുക്ക് കോൾഡ് ഒന്നും അല്ലല്ലോ, ജലദോഷം ഒന്നും അല്ലല്ലോ. അപ്പൊ മുഖത്തേക്ക് മാത്രം നമ്മളൊരു 2-3 മിനിറ്റ് ആവി. ഒരുപാട് ചൂട് നമ്മളെ മുഖത്തേക്ക് തന്നെ ആവാതെ നമ്മളൊന്ന് പിട്ടുംപാനിയിലാണെങ്കിലും ഈ സ്റ്റീമറിലാണെങ്കിലും ഒന്ന് സൈഡിലേക്ക് ഇരിക്കണം കേട്ടോ. നേരിട്ട് വല്ലാതെ കുത്തണ ആവിങ്ങൾ കൊള്ളരുത് കേട്ടോ. അപ്പൊ നമ്മുടെ മുഖമൊക്കെ ഒന്ന് ചെറുതായി വേർത്തപ്പോ അമ്മ നിർത്തി, അത്രേ വേണ്ടു. അതിങ്ങനെ കളിപിളിങ്ങനെ തിളയ്ക്കാൻ തുടങ്ങണുണ്ടായിരുന്നുള്ളൂ. ഞാൻ വീഡിയോ നീ ലെങ്ത് ആവണ്ട വിചാരിച്ചിട്ട് ഇനിയും ഞാൻ കുറച്ചു നേരം കൂടി അത് തിളയ്ക്കാൻ, ഒരുപാട് തിളച്ചിട്ടില്ല എന്നാലും ഒരു മര്യാദയ്ക്ക് ആവി കയറിയിരുന്നു കേട്ടോ. മുഖത്തൊക്കെ പിട്ടുംപാനി അതുകൊണ്ടാണ് സ്റ്റീമർ ഇവിടെ കൊടുന്ന് വെച്ചു. നിങ്ങൾക്ക് അതന്നെ കാണിച്ചു തരാം വിചാരിച്ചു. പക്ഷെ എനിക്ക് പിന്നെ പേടിയാവുന്നു, കറണ്ടൊക്കെ ഉണ്ട്, പേടിച്ചിട്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു. അപ്പൊ നമ്മളെ മുഖമൊക്കെ അത്യാവശ്യം ഒന്ന് സ്റ്റീമൊക്കെ ചെയ്തു, അത്യാവശ്യം രാവിയൊക്കെ കയറിയിട്ടോ. ഇനി നമുക്ക് എന്താ വെച്ചാല് ഇനി വേണ്ടത് വെളിക്കെണ്ണ ഒഴിക്കട്ടെ. ഇനി നമ്മൾ തക്കാളിയാണ് കേട്ടോ കൊടുന്നേരെ. ഇത് നമുക്കിനി വേണ്ടാത്ത സാധനം കണ്ടോ. ഞാൻ ഒരു തക്കാളി മിക്സിയുടെ കുട്ടി ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെണ്ണാണ് കണ്ടോ. ഒരു മസാജിനുള്ള സംഭവമാണേ. നമ്മളെ 4ാമത്തെ സ്റ്റെപ്പായി ഇത് കേട്ടോ, മസാജ് ചെയ്യാണ്. ഒന്ന് തക്കാളിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് വേറെ ഒന്നുമല്ല, നമ്മളെ തേനാണ് കണ്ടോ. കാണിച്ചു തരാം. ഞാൻ ഇപ്പൊ 1 സ്പൂൺ തേനും 1 സ്പൂൺ തക്കാളിയും കണ്ടോ, തേനാണ് കേട്ടോ, നല്ല തേനാണ്. എന്തോ ഒരു തേനും കൂട്ടുമ്പോൾ 1 സ്പൂണ് അലോവേര ജെല്ലും കൂടി കൂട്ടിയിട്ട് വേണം കേട്ടോ മസാജ് ചെയ്യാന്. ഇത് നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് കൂട്ടി കലർത്തി
നല്ലൊരു മസാജ് കൊടുക്കണം കേട്ടോ. മസാജ് നിങ്ങൾ ഇത്തിരി നേരം കൊടുത്തോളൂ. മസാജ് കൊടുക്കുമ്പോ കണ്ടോ, നമ്മള് ഫേസ് മസാജ് ചെയ്യാറില്ലേ, ഓയിൽ ഇട്ടിട്ട് അമ്മ ഒന്ന് കാണിച്ചു തന്നിട്ടില്ലേ, ആ മസാജ് ഒക്കെ ചെയ്യാട്ടോ. അതുകൊണ്ട് ആദ്യം നമ്മളിത് മുഖത്തൊന്നും ആക്കട്ടെ വിചാരിച്ചിട്ടാണ്. എന്നിട്ട് ഞാൻ കാണിച്ചു തരുന്ന സ്റ്റെപ്പ്. കഴുത്ത് നമ്മളേണെന്ന് ഓർക്കണം, കഴുത്ത് ഇതിന്റെ ഒപ്പം വെളുക്കണം. അപ്പൊ നമ്മൾ കഴുത്ത് എന്തായാലും നിങ്ങൾ ചെയ്യണം, ഒരു മുഴുവനെ കഴുത്ത് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ എക്സ്ക്യൂസ് എന്താന്നുള്ളത്, ഈ മൈക്ക കാരണം പേടിച്ചിട്ടാണ്, അയിമ്പിലാവണ്ട വിചാരിച്ചിട്ടാണ്. എന്നിട്ട് നമ്മൾ കണ്ടോ, ഇനി അടിയിൽ നിന്ന് ഇങ്ങനെ മേലോട്ട് കണ്ടോ, മസാജാണ്. അപ്പൊ ഇതിൽ നമുക്കൊരു കുഴപ്പമില്ല, വെറും തക്കാളി പൾപ്പും പിന്നെ നമ്മളെ തേനും കൂടി ആയിട്ട് നല്ല മസാജ് കൊടുക്കാൻ പറ്റുന്ന സംഭവം കേട്ടോ. താടിയുടെ അവിടെ, അതുപോലെ മൂക്ക് കണ്ടല്ലോ, അതുപോലെ ഇവിടേക്ക് ഒന്ന് ഇങ്ങനെ ആക്കുക കണ്ടോ. പിന്നെ ഇവിടെ അങ്ങനെ ഈ മൂക്ക് മേപ്പെട്ടൊന്നാക്കുക കണ്ടോ, നെറ്റി ഒന്ന് മേപ്പെട്ടാക്കുക ഒക്കെ അതിന്റെ മസാജിന്റെ കൂടെ എല്ലാം ചെയ്യും കണ്ടോ. ഇങ്ങനെ പിടിക്കാം, പിന്നെ നമ്മളിത് അങ്ങനെ ആക്കിയിട്ടോ ഒന്ന് ചെയ്യാം. പിന്നെ ഇവിടെ അങ്ങനെ ഇതിങ്ങനെ പിടിച്ചിട്ട് കുളത്ത് പോലെ ആക്കിയിട്ട് കണ്ടോ, ഇങ്ങനെ ഒന്ന് ചെയ്യാം. ഇത് നമുക്കൊരു 5 മിനിറ്റ് വരെ എന്തായാലും ഇതിന്റെ മസാജ് നമുക്ക് സുഖമായിട്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. കാരണം സ്ക്രബ് ഒന്നല്ല, നമ്മളെ മുഖത്തിനൊരു ഡാമേജും ഇല്ല, ഒന്നുമില്ല. നമ്മൾ തക്കാളി മിനുസുള്ള സംഭവം കൊണ്ടാണ് കേട്ടോ. കണ്ടോ നന്നായിട്ട്. ഞാനിത് ഇങ്ങനെ മസാജ് ചെയ്യണം, അത്രയും സമയം വീഡിയോ ലെങ്ത് ആകുമോ വിചാരിച്ചിട്ട് നിങ്ങളോട് പറയണേ. ഇത് സ്റ്റെപ്പായിട്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ഇതിൽ തെറ്റൊന്നും പറ്റണ്ട. എങ്കിൽ നല്ല ഫലമുള്ള സംഭവമാണ് കേട്ടോ. നമുക്ക് നന്നായിട്ട് തിളങ്ങും നിങ്ങളുടെ ഒറ്റ ഉപയോഗത്തിൽ. ഇനിയിപ്പോ നമുക്ക് ഓണം വരികയല്ലേ, അപ്പൊ നമ്മളൊക്കെ സുന്ദരന്മാരാവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. വെറുതെ കാശ് കൊടുത്ത് കുട്ടിയൊക്കെ ഞാൻ കണ്ടതാണ് കല്യാണമായിട്ട്. മോളെ ഞാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പാവം ദോശരമാവ് തേച്ചു സുഖമായിട്ട് 3-4 ദിവസം ഒരുപോലെ. അപ്പൊ നല്ല വെളുത്തു. എന്താ അത് മതിയല്ലോ നമുക്ക്. പക്ഷെ ഇങ്ങനെ ചെയ്യാലോ ഇനി കല്യാണം ഓണൊക്കെ ആകുമ്പോട്ടോ. നിങ്ങളൊക്കെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊക്കെ വീട്ടിലുള്ള സാധനങ്ങളാ കുട്ടികളെ. അമ്മ ഒരു കളവ് പറയല്ല, കണ്ടല്ലോ നിങ്ങൾ എന്താന്ന്. ഇനി നമ്മളിത് 5 മിനിറ്റ് ആയിട്ടോ, വീഡിയോ ലെങ്ത് ആവണ്ട വിചാരിച്ചിട്ടാണേ. ഇത് ഞാൻ ഇനി വേണമെങ്കിൽ ഒന്ന് കഴുകി കളയാം. ഇനി അല്ല ഇനിയിപ്പൊ തുടച്ചാലും കുഴപ്പമില്ല. ഞാൻ തോർത്തും കണ്ടോ ഇങ്ങനത്തെ കോട്ടനും ഒക്കെ ഇട്ടാ വന്നിരിക്കുന്നത്. ഇനി ഇവിടുന്ന് ഇങ്ങനെ നീച്ച് പോണ്ടല്ലോ വിചാരിച്ചിട്ട് കഴുത്തൊപ്പം ചെയ്യണം എല്ലാരും. ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ട് കേട്ടോ. അതാ തലയിൽ ഇങ്ങനെ ഒരു ഇത് കെട്ടിക്കണം ഒന്നുമല്ല. ഞാനിപ്പോ ഈ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യോണ്ടേ കുട്ടി മുടികൾ നല്ലോണം അയക്കണം. അതൊക്കെ അങ്ങോട്ട് കാറ്റിന് പാറി വരും. അതിൽ നമ്മൾ ഈ പഞ്ചസാരയുടെ ഒക്കെ ചെയ്യുമ്പോൾ മുഖത്ത് അത് വന്ന് ഒട്ടും, മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാവും. അപ്പൊ ഇനി ഞാൻ മുഖം ഒന്ന് കഴുകട്ടെ കേട്ടോ. ഇപ്പൊ വരാം. നമ്മൾക്ക് ഇനി എന്താ വെച്ചാൽ നമ്മളൊരു പാക്ക് ഇടുകയാണ് കേട്ടോ. അതെന്താ വെച്ചാൽ ഒന്ന് ഗോതമ്പ് പൊടി കണ്ടല്ലോ, നമ്മളെ സാധാ വീട്ടിലുള്ള ഏത് ഗോതമ്പ് പൊടി നിങ്ങൾക്ക് എടുക്കാം. ഒന്നത്. രണ്ടാമത് നമ്മളെ കോഫി പൗഡർ കണ്ടോ, ഇതിലേക്ക് നമ്മളൊരു സ്പൂണ് കോഫി പൗഡർ ഇടുകയാണ് കേട്ടോ. അത് നമ്മൾക്ക് ഇതിടാനുള്ളതാണ്, പാക്ക് ഇടാനുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഐറ്റം എന്താ വെച്ചാൽ നോക്കാം, നമ്മളെ തേന് കണ്ടോ, തേന്. ഇനി നാലാമത്തെ ഐറ്റം എന്താ നോക്കൂ, നമ്മളെ തൈര് കണ്ടോളൂ. അല്ല നമ്മളെ വീട്ടിലുണ്ടാക്കിയ തൈരാണ്. ഇത് എത്ര വേണമെങ്കിലും എടുക്കാം, ഈ വെള്ളം ഏറരുത് കണ്ടോ, തൈര്. ഇനി എന്താ വെച്ചാല് വേറെ ഒന്നുമല്ല, നമ്മളെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് കണ്ടോ. പിന്നെ എടുക്കട്ടെ, പിന്നെ എവിടെയുണ്ട് കണ്ടോ, നമ്മളെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഇതിലേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിക്കുക. അത് നമ്മളെ പ്രധാന കേട്ടോ. അപ്പൊ നമ്മളുടെ പാക്ക് ഇവിടെ റെഡിയായി. ഇനി ഇത് നമുക്ക് മുഖത്ത് എപ്പോഴും നമ്മൾ മുകളിലോട്ട് വെച്ചിട്ട് തേക്കണം കേട്ടോ. ഇത് നമ്മൾ മുകളിലോട്ട് വെച്ചിട്ട് മുഖത്ത് നന്നായി എല്ലായിടും നേരെ തേച്ച് കവർ ചെയ്തിടുക. എന്നിട്ട് നമ്മളിത് നല്ല എപ്പോഴാണോ ഒന്ന് പതുക്കെ വലിയണ വെച്ചാൽ അപ്പളാട്ടോ കഴുകി കളയുക. ഇനി ഇത് ഞാൻ കണ്ണാടി നോക്കിയിട്ട് മുഖത്ത് നിറയെ തേക്കട്ടെ, എന്നിട്ട് ഉണങ്ങിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ കണ്ടില്ലേ, നമ്മളൊരു 10 മിനിറ്റ് കേട്ടോ ഇരുന്നു. കണ്ണിന്റെ ഈ ഭാഗത്തൊക്കെ അങ്ങനെ ഉണങ്ങണ പോലെ ഒരു ഫീലായി. അപ്പൊ അത്ര മതി വിചാരിച്ചു. നിങ്ങൾ കുറച്ചും കൂടി വേണമെങ്കിൽ ഇരുന്നോളൂ കേട്ടോ. അപ്പൊ ഇനി നമുക്ക് വെള്ളം ഒന്ന് നനച്ചിട്ട് കണ്ടോ, വെള്ളം ഒന്നും നനയ്ക്കുക കഴുകാനേ, ഒന്ന് നനച്ചിട്ട് ചെറിയൊരു മസാജ് കൊടുത്തിട്ടാണ് ഒക്കെ തുടച്ച് കളയുക കേട്ടോ. ചെറിയൊരു മസാജ് കൊടുക്കുക. അപ്പൊ ഓണാണ്, എല്ലാരും ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഇതെന്താ വെള്ളമൊക്കെ കൂടെ നിന്നു ഞാൻ ഇവിടെ അടുത്തേക്ക്. ഇനി ബാക്കിയുള്ളത് കണ്ടോ, ഇത് കഴുത്തിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യും, മൈക്കൊക്കെ എടുത്ത് വെച്ചിട്ട്. ഇനി നമുക്കിത് ഇതുകൊണ്ട് പതുക്കെ തുടച്ചെടുക്കട്ടെ കേട്ടോ. ഇനി ഞാൻ മുഴുവൻ കഴുകി കളഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ കണ്ടോ, ഞാൻ കഴുകിയൊക്കെ കളഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് കുറെ മാറ്റം തോന്നുന്നില്ലേ? നല്ല മാറ്റം ഉണ്ട് കേട്ടോ.
നിങ്ങളും ഇങ്ങനെ എല്ലാവരും ചെയ്തു നോക്കണം. ഓണായിട്ട് നല്ലൊരു ഹൈഡ്രാ ഫേഷ്യൽ എല്ലാവരും വീട്ടിൽ ചെയ്യണം. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.